ഹലോ ഗൈസ്, ഞാനാ ഗൈസ് മണി സലാല നടൻ യൂട്യൂബറാ ഗൈസ്. ഞാനിതാ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. 2 തേങ്ങ കണ്ട് ഇറക്കി എടുത്തിട്ട് നമ്മൾ ആടുകൾ ഇത് അങ്ങോട്ട് നോക്കി, നല്ല നാടൻ ആടുകളാണ്, ഉഷാറായിട്ടിട്ട് ഇത് അങ്ങോട്ട് നോക്കി. ഇതൊക്കെ ആടാണ്. ഇത് അങ്ങോട്ട് നോക്കി നമുക്ക് ആടും പയ്യും പോത്തും എന്ത് സാധനമാണെങ്കിൽ ഇവിടെ കിട്ടും. അത് ശരിക്കും നമ്മൾ എന്താ വെച്ചാൽ വലിയൊരു തോട്ടമാണിത്. നമ്മൾ ഈ ഭാഗത്താണ് ഇന്നത്തെ പണി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ഞാനിവിടെ സുഡാനി ക്ലബിൻ്റെ അടുത്താണുള്ളത് ഗൈസ്. സുഡാനി ഇതാ നമ്മളെ തോട്ടങ്ങൾ നോക്കി. ഇതാണ് തെങ്ങും തോട്ടങ്ങൾ. നടന്നു പോകുമ്പോൾ ഉണ്ടാവും. ഇതാ മുരിങ്ങ മരം, മുരിങ്ങ നല്ല അടിപൊളി മുരിങ്ങയാണ്. പൂവൊക്കെ ഇട്ടിക്കണ്. ഇനി കുറേ കഴിഞ്ഞാൽ കായ്ക്കും. ഇവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വാഴത്തോട്ടങ്ങളാണ്, വാഴത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഈ ഭാഗം മുഴുവൻ തെങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നിറച്ചും വാഴയാണ്. വാഴകളും പിന്നെ പച്ചക്കറികളും എല്ലാ സാധനങ്ങളും ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സുഡാനി ക്ലബിൻ്റെ ഇതാണ് നമ്മളെ സുഡാനി ക്ലബ്ബാണിത് ഈ കാണുന്നത്. പിന്നെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ ദുബായിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് വണ്ടികളൊക്കെ വന്ന് ഇവിടെയാണ് സാധനങ്ങളൊക്കെ ഇറക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പല സാധനങ്ങൾ വന്നിട്ട് ഇറക്കും. അത് ഇവിടുത്തെ ലോഡ് കയറ്റലും പിടിക്കലൊക്കെ പാകിസ്ഥാനികളാണ്. അവർ വരും, വണ്ടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനികളെ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കിയിട്ടും കയറ്റിയിട്ടും എല്ലാ കടയിൽ കൂടിയും കൊണ്ടുപോയിട്ട് തട്ടി കൊടുക്കണമെന്ന്. നമ്മളെ നാട്ടിലത്തെ മാതിരി തന്നെ, യൂണിയൻ്റെ മാതിരി തന്നെ അങ്ങനെ പരിപാടിയാണ്. ഹലോ ഗൈസ്, ഇവിടെ ഈ ഭാഗത്ത് JCB ഒക്കെ ഉണ്ട്. JCBയും വാടകയ്ക്കാണ് കൊടുക്കുന്നത്, ഇതും വാടക കൊടുക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വാടകയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗൈസ്. അതെ നമ്മൾ സലാലിലാണേ, സലാലിലാണ് നമ്മൾ വന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നോക്കി സലാലിലാണ്, ഇതൊക്കെ സലാല ഈ ഭാഗങ്ങളാണ് നമ്മളൊക്കെ ഈ കാണുന്നത്. ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മോഡലാണ്. നമ്മളിപ്പോൾ ഈ ഭാഗം തിരിച്ചു കഴിഞ്ഞാൽ കേരളമാണ്, തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഈ ഭാഗമാണ് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. വാഴയുണ്ട്, പിന്നെ കർമ്മത്തി, കരിമ്പ്, ഉർമാൻ, പല സാധനങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്തിൻ്റെ വലിയ വലിയ വീടുകളും ബിൽഡിങ്ങുകളും വലിയ ഗൈസ് ഒമാനായി, ഈ ഭാഗത്ത് സലാലിലായി. പിന്നെ എങ്ങനെയായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ മാതിരി തന്നെ വെറ്റില പല സാധനങ്ങളാണ് ഗൈസ് ഉള്ളത്. കണ്ടോ? എന്നായിക്കോട്ടെ, ഓക്കെ ഗൈസ്. വീഡിയോ ലോങ് ആയതുകൊണ്ട് അയ്യോ